ഗുഡ് മോർണിംഗ്. നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂളിന് ഒരു ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ നടത്താൻ പോകുന്നത്. ഈ സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ കുറേ പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 2 മാർക്കിൻ്റെ സെക്ഷനിൽ പാർട്ട് എയിൽ ചോദിക്കുന്നതാണ് ഓർത്തോഗണാലിറ്റി ഓഫ് ഫങ്ഷൻസ്. നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ട് അതൊരു ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണെന്ന് പറയും. ആണോ എന്ന് ചോദിക്കാം. അതായത് we will be given ഒരു f1 of x and f2 of x. എന്നിട്ട് we want to check whether it is orthogonal in closed interval ab. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ ഓർത്തോഗണൽ ആണോ എന്ന് നോക്കിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രൽ a to b f1 of x into f2 of x dx ചെയ്യാം. if f1 of x into f2 of x equal to 0 ആണെങ്കിൽ it is orthogonal. Not equal to 0 ആണെങ്കിൽ is not orthogonal എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 2 ഫംഗ്ഷൻ തരും, അത് ഒരു ഇന്റർവെല്ലിൽ ഓർത്തോഗണൽ ആണോ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൺസിഡർ നമ്മുടെ f1 of x equal to എന്താ പറയാ x സ്ക്വയർ f1 of x equal to x square, f2 of x equal to x cube. We want to check whether it is orthogonal in the interval -1 to 1. -1 to 1 is orthogonal ആണോ നമ്മൾ എങ്ങനെ നോക്കും? ഇന്റഗ്രൽ -1 to 1 f1 of x into f2 of x dx, which is equal to integral -1 to 1 x square into x cube dx, which is equal to integral -1 to 1 x raised to 5 dx, and the x raised to 5 in the integral x raised to 6 by 6 from -1 to 1. Is equal to 1 by 6 minus -1 raised to 6 എന്ന് പറയുമ്പോൾ 1 by 6, which is equal to 0. Therefore f1 and f2 are orthogonal എന്ന് കിട്ടും. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് f1 of x equal to cos x, f2 of x equal to sin square x in the interval 0, 5. നമ്മൾ നോക്കാനുള്ള എങ്ങനെയാ? ഇന്റഗ്രൽ 0 to pi cos x into sin square x dx is equal to നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ കോസും സൈൻ സ്ക്വയറും ആണല്ലേ. സാധാരണ 2 ഫംഗ്ഷൻ ഓഫ് എക്സ് വരുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആ ചെയ്യാം. പക്ഷെ ഇവിടെ നോക്കി നോക്കിയേ, നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇന്റഗ്രൽ എൻഡ് ചെയ്യില്ല. കോസ് സൈൻ ആവും, സൈന് കോസ് ആവും, അങ്ങനെ മാറി മാറി വന്നുകൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് u ഈക്വൽ ടു സൈൻ എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ du ബൈ ഡി എക്സ് എന്താ വരിക? du ബൈ ഡി എക്സ് ഈക്വൽ ടു sin x ന്റെ ഡെറിവേറ്റീവ് cos x, du ഈക്വൽ ടു cos x dx എന്ന് കിട്ടൂലേ? നമ്മുടെ ഇവിടെ ഒരു cos x dx ഉണ്ട് അല്ലേ? ഇതിനെ നമുക്ക് du എന്ന് കൊടുക്കാൻ പറ്റും. ഇത് ഇന്റഗ്രൽ എന്താവും?
ഇന്റഗ്രൽ യു സ്ക്വയർ ഡി യു ആവും. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? യു ക്യൂബ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ യു ക്യൂബ് എന്താണ് മക്കളെ? യു എന്ന് പറഞ്ഞാൽ സൈൻ. അപ്പൊ സൈൻ ക്യൂബ് 3 സൈൻ ക്യൂബ് എക്സ് ബൈ 3. ഇനി എക്സിന്റെ വാല്യൂ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് 0 മുതൽ പൈ വരെ. സൈൻ എൻ പൈയുടെ വാല്യൂ നമുക്കറിയാലേ 0 ആണ്. പൈയുടെ മൾട്ടിപ്പിൾ ഒക്കെ സൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പൊ സൈൻ ക്യൂബ് പൈ ബൈ 3 മൈനസ് സൈൻ 0യും 0 ആണ്. സൈൻ 0 ബൈ 3 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓർത്തോഗണലിന് എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ട് പ്രോബ്ലം എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പാർട്ട് എയിൽ വരുന്ന ചോദ്യമാണ്. ഓർത്തോഗണലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ വന്ന ചോദ്യം നോട്ടെ എന്തായിരുന്നു? ഇത് show that the function f1 of x equal to e raised to x, f2 of x equal to x e raised to minus x ആണെന്ന് തോന്നുന്നു. x e raised to minus x minus e raised to minus x is are orthogonal on close to 0 to. നിങ്ങൾ ഇവിടെ e raised to minus x കാണുമ്പോൾ തന്നെ ഇത് ചെയ്യാണ്ട് പോയത്. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ എങ്ങനെയാ വരിക? ഇന്റഗ്രൽ 0 to 2 f1 of x എന്ന് പറഞ്ഞാൽ e raised to x into x e raised to minus x minus e raised to minus x dx. ഇതെന്ന് പറയുമ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 0 to 2 e raised to x ഉള്ളിലേക്ക് എടുത്താൽ x into e raised to minus x into e raised to x minus e raised to minus x into e raised to x dx. e raised to minus x into e raised to x എന്ന് പറഞ്ഞാൽ എന്താ? e raised to minus x plus x e raised to 0, അതായത് 1. ഇത് ഇന്റഗ്രൽ 0 to 2 x minus 1 dx വരും. ഇന്റഗ്രൽ എന്താ? x square by 2 minus x from 0 to 2 square which is equal to 4 by 3. upper limit minus lower limit 0 അല്ലേ, എല്ലാം കൊടുക്കുമ്പോൾ 0 which is equal to 0. ഓർത്തോഗണൽ കണ്ടോ? എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്കുള്ള ഹോംവർക്ക് കിട്ടാം, നിങ്ങൾ ചെയ്തു നോക്കുക. f1 of x equal to x, f2 of x equal to cos 2x in the interval minus pi by 2 to pi by 2. പിന്നെ അടുത്തത് f1 of x equal to x cube, f2 of x equal to x square plus 1 in the interval minus 1 to 1. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓർത്തോഗണലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഫോറിയർ ഇനി അവിടെ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് അറിയാമെങ്കിൽ നമുക്ക് ഓർത്തോഗണൽ ആണ് പറയാം. ഇപ്പൊ 2 കോസ് 2 സൈനൊക്കെ പഠിപ്പിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ലിമിറ്റ് എന്ന് പറയുന്ന ഇന്റഗ്രൽ ഒരു മൈനസ് പി ടു പി ലിമിറ്റ്, ഒരു നമ്പറിന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വരണം കേട്ടോ. ഇനി കോസ് ഒരു എം പൈ എക്സ് ബൈ പി ഇൻറ്റു കോസ്
n pi x by p dx ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തൊന്നും നോക്കേണ്ട കാര്യമില്ല. മൈനസ് പി ടു പി ആണ് ലിമിറ്റ്. കോസ് എം പൈ എക്സ് ബൈ പിയും കോസ് എം പൈ എക്സ് ബൈ പി ആണെങ്കിൽ 0 ആയിരിക്കും ഇഫ് എപ്പോഴാണെന്നറിയോ എം 0 ആയിരിക്കും if m not equal to n. if m not equal to n ല് പിന്നെ p ആയിരിക്കും if m equal to n. ഇപ്പൊ m ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു, ഇന്റഗ്രൽ -2 to 2 cos ഒരു 5 pi x by 2 into cos 6 pi x by 2 dx. ഈ രണ്ട് ഫംഗ്ഷൻ ഓർത്തോഗണൽ അല്ലേ? m നോട്ട് ഈക്വൽ ടു n ആണ് അല്ലെ? m എന്ന് പറയുന്നത് ഇവിടെ 5ഉം n എന്ന് പറയുന്നത് 6ഉം. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ 0 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് ഡയറക്റ്റ് ചെയ്താൽ അങ്ങനെ ഒരു 3 റിസൾട്ട് ഉണ്ടായി. ഇന്റഗ്രൽ മൈനസ് പി ടു പി ഇവിടെ കോസ് m pi x by p cos n pi x by p dx equal to 0 if m not equal to n, p if m equal to n. അതായത് cos സ്ക്വയർ വരും ആയിരിക്കും. ഇതേപോലെ തന്നെ ഇന്റഗ്രൽ മൈനസ് പി ടു പി. ഇപ്പൊ കോസും സൈനും വരികയെന്ന് വിചാരിച്ചു. ലിമിറ്റ് നോക്കണം കേട്ടോ, മൈനസ് പി ടു പി തന്നെയാണ്. അതായത് -2 to 2 -1 to 1 അങ്ങനത്തെ ലിമിറ്റ് വരുമ്പോഴേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 0 to 2 എന്നൊന്നും വന്നാല് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. കോസ് എം പൈ എക്സ് ബൈ പിയും സൈൻ എം പൈ എക്സ് ബൈ പി ഡി എക്സ്. അപ്പൊ 0 ഫോർ ഓൾ എം കോമ എൻ. എമ്മിന്റെ വാല്യൂ എന്തായാലും അത് 0 ആയിരിക്കും. നേരത്തെ പോലെ തന്നെയാണ് സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് പി ടു പി സൈൻ എം പൈ എക്സ് ബൈ പി സൈൻ എൻ പൈ എക്സ് ബൈ പി ഡി എക്സ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ 0 ആയിരിക്കും ഇഫ് എം നോട്ട് ഈക്വൽ ടു എൻ, പി ആയിരിക്കും ഇഫ് എം ഈക്വൽ ടു എൻ. ഇത് വെച്ചിട്ട് രണ്ട് കോസ് രണ്ട് സൈൻ ഒക്കെ ഫംഗ്ഷന് ലിമിറ്റ് -1 to 1 -2 to 2 -3 to 3 -π to π -π by 2 π by 2 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഫൊറിയർ പഠിക്കാൻ പോവാണ്. അതിന് മുമ്പ് ഓഡ് ഫംഗ്ഷൻ, ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലേ ഓഡ് ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന്. ഒരു ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് എക്സ് ഈസ് said to be odd. f of x odd ആവണമെങ്കിൽ നമുക്കറിയാം f of എന്താവണം മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആവണം. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആവുമ്പോഴാണ് ഫംഗ്ഷൻ ഓഡ് ആവുക. എക്സാമ്പിൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എക്സ് ക്യൂബ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുക, മൈനസ് എക്സ് ക്യൂബ് which is equal to minus x cube എന്നല്ലേ, which is equal to minus into f of x. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f of x equal to x raised to 5 plus x. ഇപ്പൊ നമുക്കറിയാലോ f of minus x എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് എക്സ് raised to 5 plus minus x which is equal to minus x raised to 5 മൈനസ് എക്സ്, മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. സോ ഇതൊക്കെ അതായത് ഓഡ് ഡിഗ്രി വരുന്ന എക്സിന്റെ പവേഴ്സ് ഒക്കെ ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ പിന്നെ എന്തൊരു അതുപോലെ സൈൻ എക്സ് ഓഡ് ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് സൈൻ എക്സ്.
സോ എക്സാമ്പിൾസ് ഓഫ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഓടാണ് കേട്ടോ, അത് മറന്നു പോയത്. സൈൻ എക്സ് ഓടാണ്. പിന്നെ എക്സ് ക്യൂബ് ഓടാണ്, എക്സ് ഓടാണ്, എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഓടാണ്, പിന്നെ എക്സ് പ്ലസ് സൈൻ എക്സ് ഓടാണ് കേട്ടോ. ഈ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടണം. അതാണ് ഈവൻ ഫംഗ്ഷൻ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മളൊരു എക്സ് സ്ക്വയർ എടുത്തു എന്ന് വിചാരിച്ചോ, എഫ് ഓഫ് മൈനസ് എക്സ് എന്താ നമുക്ക് വരിക, മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതേപോലെ അതിനുള്ള എക്സാമ്പിൾ കോസ് എക്സ് ഈവൻ ആണ്. കോസ് എക്സ്, എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ്, പിന്നെ എന്താ എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ. ഇതൊക്കെ ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്, ഇത് ഈവൻ ആണോ ഓഡാണോ? ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക, എഫ് ഓഫ് മൈനസ് എക്സ്, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് മൈനസ് എക്സ്. മൈനസ് എക്സ് സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്താ, മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇതിനെ എഫ് ഓഫ് എക്സ് ഒന്നും എഴുതാൻ പറ്റില്ല, മൈനസ് എഫ് ഓഫ് എക്സ് ഒന്നും എഴുതാൻ പറ്റില്ല. മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ രണ്ട് സൈഡിലും മൈനസ് വരണേ. സോ ഇത് നെയ്തർ ഈവൻ നോർ ഓഡ്. ഓഡ് പ്ലസ് ഈവൻ, ഓഡ് പ്ലസ് ഈവൻ എന്ന് പറയുന്നത് ഓഡ് നോട്ട് ഓഡ് നോർ ഈവൻ. ഓഡും ആവില്ല ഈവനും ആവില്ല കേട്ടോ. ഓഡ് പ്ലസ് ഓഡ് എന്താവും, ഓടാവും. ഈവൻ പ്ലസ് ഈവൻ ഈവൻ ആവും. പിന്നെ ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ആവും കേട്ടോ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അത് പോസിറ്റീവ് ആവും. അതേപോലെ ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ ഫംഗ്ഷൻ ആവും. ഇനി ഓഡ് ഇൻറ്റു ഈവൻ എന്താവും, ഓടാവും. കാരണം ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും വരുമ്പോൾ ഇങ്ങനെ വരും ഓഡ് ഫംഗ്ഷന്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് നോക്കണേ. ലിമിറ്റ് ഒരു മൈനസ് എ ടു എ ഇങ്ങനെയാണ് ലിമിറ്റ് എങ്കിൽ, ഒരു -1 to 1, -2 to 2, -π to π അങ്ങനെയുള്ള ലിമിറ്റുകൾക്ക് മാത്രമാണ് ഈ ഓഡ് ഈവൻ ചെക്ക് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവുന്ന സമയത്ത് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ഒന്നും ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട, ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. ഈവൻ ആണെങ്കിൽ ഇത് 2 into integral 0 to a f of x dx ആയിരിക്കും. if f of x ഈവൻ ആണെങ്കിൽ കേട്ടോ. ഇതെപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ലിമിറ്റ് മൈനസ് ഒരു നെഗറ്റീവ് സെയിം നമ്പറിന് നെഗറ്റീവ് ടു പോസിറ്റീവ് വരുമ്പോൾ മാത്രമേ ഓടും ഈവനും ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇനി സെയിം നമ്പറിന് നെഗറ്റീവും പോസിറ്റീവും ആണ്, പക്ഷെ ഫംഗ്ഷൻ ഓടും അല്ല ഈവനും അല്ലെങ്കിലും ഈ റിസൾട്ടിൽ കാര്യമില്ല കേട്ടോ. ലിമിറ്റ് -a to a ആണ്, ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഓടും ആവണം അല്ലെങ്കിൽ ഈവനും ആവണം, അപ്പോഴാണ് ഇത് യൂസ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് നമ്മൾ കുറെ സ്ഥലത്ത് ഉപയോഗിക്കും. നിങ്ങൾ ഓർത്ത് വെക്കണം, നിങ്ങൾ തെറ്റിക്കരുത്. ലിമിറ്റ് നിങ്ങൾ നോക്കണം, ലിമിറ്റ് -a to a ആവണം. ഫംഗ്ഷൻ ഓടാണെങ്കിൽ 0 ആവും, ഈവൻ ആണെങ്കിൽ 2 into integral 0 to a f of x dx. വെറുതെ ഒരു ഫംഗ്ഷൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, അതായത് ഇപ്പൊ ലിമിറ്റ് ഇങ്ങനെ എഴുതി,